ഇപ്പം ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം, അപ്പം ടിപ്പു സുൽത്താൻ രാജ്യദ്രോഹിയാണ്, മതഭ്രാന്തൻ എന്ന് പറയും. ഇതങ്ങ് പ്രചരിക്കുകയാണല്ലോ. വാസ്തവത്തിൽ ടിപ്പു ശൃംഗേരി മഠത്തിന് സഹായം നൽകിയിരുന്നുവെന്നും ശൃംഗേരി മഠം അക്കാലത്ത് ടിപ്പുവിൻ്റെ കൂടെയായിരുന്നു എന്നും ആരും പറയുന്നില്ലല്ലോ. ടിപ്പു ആണ് ആദ്യമായിട്ട് ഭൂമി കണ്ടെഴുതി അതിൻ്റെ ഭൂനികുതി ഏർപ്പാടാക്കിയതെന്ന്. ടിപ്പു ആണ് ഫ്രഞ്ചുകാരോട് പീരങ്കി തോക്ക് വരുത്തിയതിന് ശേഷം തൻ്റെ രാജ്യത്തെ തോക്കിനേക്കാൾ നിലവാരം കുറഞ്ഞാണെന്ന് പറഞ്ഞ് തിരിച്ചയച്ചതെന്ന്. ടിപ്പു ആണ് സർവേ റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും റോഡുകൾ വെട്ടിത്തെളിക്കുകയും ചെയ്തതെന്ന്. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ടിപ്പു ചെയ്തു. കൂടെ അദ്ദേഹം മതവിദ്രോഹപരമായ ചില കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രേരണ പോലും യഥാർത്ഥത്തിൽ മതമല്ല, പൊളിറ്റിക്കലാണ്. കാരണം മലബാറിലെ ജന്മിമാർ ബ്രിട്ടീഷുകാരുടെ കൂടെയായിരുന്നു, ശൃംഗേരി മഠം ടിപ്പുവിൻ്റെ കൂടെയായിരുന്നു. അതുകൊണ്ട് ശൃംഗേരി മഠത്തെ സഹായിച്ചു, മലബാറിലെ ജന്മിമാരെ തകർത്തു. ഈ ഇഷ്യൂ കാണാതെ ഈ തകർത്തയുടെ കഥ മാത്രം പ്രചരിക്കുകയും ടിപ്പു ഒരു രാജ്യദ്രോഹിയായി തീരുകയും ചെയ്തു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ, ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതിയിൽ വരച്ചു ചേർത്ത ചിത്രങ്ങളിൽ 16-ാമത്തെ അധ്യായത്തിലെ ചിത്രം ടിപ്പു സുൽത്താൻ്റെയാണ്. അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയിൽ രേഖപ്പെടുത്തപ്പെട്ട ചിത്രമുള്ള ടിപ്പു സുൽത്താനാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ മതഭ്രാന്തനായി മുദ്രയടിക്കപ്പെടുന്നത്. അപ്പം ഇത് ടിപ്പുവിൻ്റെ ഞാനീ പറഞ്ഞ വിവരങ്ങളും അതിൻ്റെ പല മടങ്ങ് വിവരങ്ങളും പുറത്തു വരികയും ചർച്ച ചെയ്യപ്പെടുകയൊക്കെ ചെയ്തിട്ട് ചുരുങ്ങിയത് 50-60 കൊല്ലമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനീ പറയുന്ന ഒരു കാര്യവും പുതിയതല്ല. പക്ഷേ ടിപ്പു മതഭ്രാന്തനാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അപ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കലായ ഒരു അനലിറ്റിക്കൽ പൊട്ടൻഷ്യൽ ഇല്ല എന്നതല്ല, മറിച്ച് നമ്മൾ രൂപപ്പെടുത്തുന്ന ചരിത്രധാരണകളെ പൊതുബോധത്തിലേക്ക് എത്തിക്കുകയും പൊതുവിൽ പ്രവർത്തനശേഷിയുള്ള ഒന്നായിട്ട് അറിവിനെ മാറ്റാൻ പറ്റുകയും ചെയ്തോ എന്ന ചോദ്യമാണ്. അത് റോമില താപ്പറും രൺബീർ ചക്രവർത്തിയും തമ്മിലുള്ള ഇൻ്റർവ്യൂവിൽ ഇതേ കാര്യം അവർ പറയുന്നുണ്ട്. ഇന്ത്യയിലെ ചരിത്ര വിജ്ഞാനത്തിൻ്റെ വളർച്ചയിൽ ഞാൻ വളരെ തൃപ്തയാണ്, പക്ഷേ ആ ചരിത്ര വിജ്ഞാനം പൊതുബോധത്തിൽ എത്തിക്കുന്നതിൽ നമ്മൾ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു. അതിനുള്ള വില കൂടിയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ഇക്കാര്യം അവരവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ചരിത്ര പഠനം അനിവാര്യമാണ്. ചരിത്രത്തെ നിരന്തരം പുതുക്കി നവീകരിച്ച് വ്യാഖ്യാനിച്ചുകൊണ്ടേ നമുക്ക് നമ്മുടെ ഞാനീ പറഞ്ഞ ജനാധിപത്യപരമായിട്ടായാലും എമാൻസിപ്പേറ്ററി ആയിട്ടുള്ള ധാരണകളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷേ കേവല വസ്തുതകളായി അതിനെ ചുരുക്കാനും അതിനെ വളരെ വിദ്വേഷപരമായി മാറ്റാനും ഉള്ള ശ്രമത്തിൽ മതഭ്രാന്ത സംഘങ്ങളൊക്കെ വലിയ വിജയം നേടി എന്നുള്ളതാണ് നമ്മൾ നേരിടുന്നൊരു പ്രശ്നം, ഈ ഒരു വൈരുദ്ധ്യം. അതുകൊണ്ട് ചരിത്ര പഠനം അനിവാര്യം തന്നെയാണ്. ചരിത്ര പഠനം അക്കാഡമിക്കലി അങ്ങനെ ദുർബലവുമല്ല ഇന്ത്യയെ സംബന്ധിച്ച്. പക്ഷേ ഒരു വെസ്റ്റേൺ സോഷ്യൽ സയൻസിൻ്റെ ഒക്കെ ഒരു തത്തുല്യമായ റിഗറും വിശകലന ശേഷിയൊക്കെ കൈവന്ന ഒരു ഡിസിപ്ലിനായിട്ട് ഇന്ത്യയിൽ പലരും കാണുന്നത് ചരിത്രത്തെയാണ്. പക്ഷെ അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നത്. അതും ഒരു കൗതുകമാണ്. ഏറ്റവും കൂടുതൽ വളർന്ന വിജ്ഞാനം തന്നെ ഏറ്റവും അധികം ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന് വന്നാൽ വിജ്ഞാന വളർച്ചയാണോ വേണ്ടത് എന്നൊരാൾക്ക് സംശയിക്കാം. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്.